ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരുന്ന സലു കിച്ചൻ വളപുരം എന്ന സെലീന താത്തയെക്കുറിച്ച് പറയാനാണ് കേട്ടോ. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, സെലീന താത്തയുടെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അല്ലേ. എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. സെലീന താത്ത പറയുന്നു എന്തോ ഫോട്ടോ എഡിറ്റ് ചെയ്തപ്പോൾ സെലീന താത്താൻ്റെ കൈ തട്ടിയിട്ട് പോയതാണെന്ന്. ശരിക്കും അങ്ങനെയാണോ? എന്താ സംഭവിച്ചത്? നമുക്കാർക്കും അറിയില്ല കേട്ടോ. യൂട്യൂബിന് കുറേ അൽഗോരിതം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇനി യൂട്യൂബ് തന്നെ ഡിലീറ്റ് ആക്കിയതാണോ അതും നമുക്കറിയില്ല. എന്തായാലും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, അത് അതിൻ്റെ വഴിക്ക് പോകും. എന്തായാലും ഇവരെ വീഡിയോസ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ ഇവരെ വീഡിയോസ് കാണാറുണ്ട്. കാരണം ഇവരെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന ആ സമയത്ത് ഇവരെ വീഡിയോസ് കാണുമ്പോൾ നല്ല രസമാണ്. കുറച്ച് ചിരിക്കാനുണ്ടാവും, അതുപോലെ കുറേ സന്തോഷം നമുക്ക് തരാറുണ്ട്. അവരുടെ സംസാര രീതിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷം തോന്നും, അതുപോലെ ചിരിയും വരും. അപ്പോൾ മനസ്സ് ദുഃഖിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇവരെ വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ആൾ പാവമാണ്. അവരും വല്യമ്മയും കൂടിയുള്ള ഒരു കുടുംബമാണുള്ളത്. അപ്പോൾ വല്യമ്മയും അവരും കൂടി ചെയ്തൊരു വീഡിയോ ആണ് വൈറലായത്. അങ്ങനെ അവരിങ്ങനെ ഉയർച്ചയിലെത്തിയ സമയത്താണ് പെട്ടെന്ന് അവരെ ആ ഒരു ചാനൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അവർക്ക് തന്നെ മനസ്സിലാവണില്ല. അവരൊരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട്, മഴ പെയ്ത് ചോർന്ന പോലെ പെട്ടെന്നാണ് അങ്ങോട്ട് ഇല്ലാതായത്. എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. എന്തായാലും ചാനൽ ഇപ്പം ഇല്ല. സലു കിച്ചൻ വളപുരം അടിച്ച് നോക്കി നമുക്ക് അങ്ങനെ യൂട്യൂബ് ചാനൽ കാണാൻ പറ്റുന്നില്ല. അവർ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പേരും സലു കിച്ചൻ വളപുരം തന്നെയാണ്. എന്തായാലും ഇതുവരെ അവരെ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും ഇനിയും. കാരണം അവരെ വീഡിയോസ് കാണുന്നവർ ഇഷ്ടപ്പെടുന്നൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇനിയും വ്യൂസും അതുപോലെ സബ്സ്ക്രൈബ്സൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്കറിയാം, ഒരു ചാനൽ കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. കാരണം അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആ വീഡിയോസ് നമ്മൾ കണ്ടൻറ് അനുസരിച്ച് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല പ്രയാസം തന്നെയാണ്. അങ്ങനെ ഉയർത്തി കൊണ്ടുവന്ന ഒരു ചാനൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുക, അതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും 80,000-ൽ കൂടുതൽ സബ്സ്ക്രൈബ്സൊക്കെ ഉള്ള ഒരാളുടെ ചാനൽ പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളുടെ വീഡിയോസിൻ്റെ താഴെ വന്നിട്ടും ആളുകൾ നെഗറ്റീവ് കമൻ്റ് ഇടുന്നുണ്ട്. അവിടെയാണ് നമുക്ക് പറയാനുള്ളത്. അതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുമായി വന്നത്. ഇത്രയധികം വിഷമിച്ചിരിക്കുന്ന സമയത്തും ഇവരെക്കുറിച്ച് നല്ലത് പറഞ്ഞ ആളുകൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടും അവരെക്കുറിച്ച് ബാഡ് കമൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന എത്രയോ പേരുണ്ട്. നമ്മൾ ഒരാളെ പ്രയാസത്തിലിരിക്കുമ്പോൾ സങ്കടത്തിലിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ആളെ ആശ്വസിപ്പിക്കല്ലേ ചെയ്യേണ്ടത്. നമുക്കും ഏത് നിമിഷവും പ്രയാസം, ബുദ്ധിമുട്ടും ദുഃഖമൊക്കെ വരും. നമ്മൾ ആരെങ്കിലും സഹായിച്ചാലേ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലും നല്ല ആശ്വാസവാക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസവാക്ക് തരാൻ ആളുകൾ ഉണ്ടാവുള്ളൂ. ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഇവരെ ചാനൽ ഇങ്ങനെ പോയി കണ്ടിട്ട് കുറേ ആൾക്കാർ ഇട്ടിരിക്കുന്ന വീഡിയോസ് അത് കണ്ടപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ഇവരെ കുറിച്ച് ഇങ്ങനെ എന്താ പറയുക നെഗറ്റീവായിട്ട് കുറേ കമൻറ്റ്, അതിന് കുറച്ച് കൂടുതലായിരുന്നു, അത് അങ്ങനെയായിരുന്നു. പക്ഷെ അതിനെ കണ്ടിട്ട് എനിക്കൊരു പാവമായിട്ടാണ് തോന്നിയത്. കാരണം ആൾ ഒരു നിഷ്കളങ്കയാണ്. ഉള്ള കാര്യങ്ങളാണ് തുറന്ന് പറയും, മനസ്സിലൊന്നും വെക്കൂല. സംസാര രീതി തന്നെ അങ്ങനെയാണ്, അത് തുറന്ന് അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും, ചിലപ്പോൾ നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോഴൊക്കെ കണ്ടാൽ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നാറുണ്ട്. അവർ പറയുന്നുണ്ട് എന്തോ ലൈവ് എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലൈവ് ചെയ്യുന്നതിനിടയിലാണ് പിന്നെ പെട്ടെന്ന് ആ ചാനൽ കാണാതായതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാഡ് കമൻറ്റ് ഇടുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾ നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഗുണം കിട്ടും. നമ്മളൊരാളെ സന്തോഷിപ്പിക്കുക. നമ്മൾ അവരെങ്ങനെ പറഞ്ഞിട്ട് നെഗറ്റീവ് എനർജി കൊടുത്തിട്ട് എന്താ കാര്യം? നമ്മൾ ഒരാൾക്ക് നെഗറ്റീവ് എനർജി കൊടുക്കുമ്പോൾ നമുക്ക് കുറേ നെഗറ്റീവ് കിട്ടുന്നുണ്ട്. അതായത് നമുക്കവിടെ ദുഃഖമാണ് കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നില്ല. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെ ചില ആളുകൾക്ക് അതൊരു ശീലമാണ്, ഈ നെഗറ്റീവ് കമൻറ്റ് ഇങ്ങനെ ഇട്ടുണ്ട് എല്ലാ വീഡിയോസിൻ്റെ താഴെ വന്നിട്ട്. നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് തന്നെ പറയണം, അത് മോശമായ രീതിയിലാണെങ്കിൽ മോശം തന്നെ പറയണം. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ അതിനെ എതിർക്കണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോഴെങ്കിലും ഒരാൾ വിഷമിച്ചിരിക്കുമ്പോഴെങ്കിലും നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ബൈ.